ജി സുകുമാരൻ നായർക്കെതിരായ ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ NSS ആസ്ഥാനത്തേക്ക് ജാഥ നടത്താൻ നായർ സംരക്ഷണ സമിതി. NSS പതാക ദിനമായ ഒക്ടോബർ 31 മുന്നോടിയായി ആണ് ജാഥ. മന്നം സമാധി എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജാഥ. NSS തെരഞ്ഞെടുപ്പ് രഹസ്യ ബാലറ്റിലൂടെ നടപ്പാക്കണം എന്നും ആവശ്യം ഉന്നയിക്കും. അതിനിടയിൽ സമാന്തര നീക്കത്തോട് മൗനം പാലിക്കാനാണ് NSS നേതൃത്വത്തിന്റെ തീരുമാനം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, ജി സുകുമാരൻ നായർ ഗണേഷ് കുമാർ പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ജി സുകുമാരൻ നായർക്കെതിരെയുള്ള എതിർ വിഭാഗത്തിന്റെ ഒരു നീക്കമായി പ്രതിഷേധത്തെ നമുക്ക് കാണാൻ സാധിക്കില്ലേ? ഈ ജാഥയെ നമുക്ക് കാണാൻ സാധിക്കില്ലേ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും NSSൽ ഒരു സമാന്തര നീക്കം ഉണ്ടാകുന്നു. അത് NSSന്റെ മുൻ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫലത്തിലാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന വിവരം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഗണേഷ് കുമാർ നടത്തിയ പ്രസംഗം, ഇന്നലെ പത്രാപുരത്ത് നടത്തിയ പ്രസംഗം എല്ലാം വളരെ വ്യക്തിപരമായി ജി സുകുമാരൻ നായരെക്കെതിരെ നടത്തുന്ന പ്രസംഗമായി മാറുകയും ചെയ്യുന്നു. അത് കേവലം ഒരു ഗണേഷ് സുകുമാരൻ നായർ തർക്കം എന്നുള്ളതിനപ്പുറത്തേക്ക് NSSലേക്ക് NSSനെതിരെ നേതൃത്വത്തിനെതിരെയുള്ള അതൃപ്തി പലതരത്തിൽ നേരത്തെ പുകഞ്ഞു വന്നതാണ്. നേരത്തെ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായി, അങ്ങനെ മേജർ രവിയുടെ ഭാഗത്തു നിന്നുണ്ടായി, അങ്ങനെ പലരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഏറ്റവും ഒടുവിൽ അത് KB ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഫലത്തിൽ ഇവരെല്ലാം സംഘടിച്ചുകൊണ്ടൊരു പുതിയ മൂവ്മെന്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ച് ഈ മന്നം സമാധി തുറന്നു കൊടുക്കണം, അതൊരു ക്ഷേത്രമായി കാണുന്നുവെന്ന് ജി സുകുമാരൻ നായർ പറയുമ്പോൾ ആ ക്ഷേത്രത്തിന്, എല്ലാ ക്ഷേത്രങ്ങൾക്കും സമയമുണ്ട്, ആ സമയം പൊതുജനങ്ങൾക്കായി അത് തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ഇവരുന്നയിക്കുന്ന ആവശ്യം. വൈക്കത്ത് നിന്ന് മന്നം സമാധിയിലേക്കൊരു പുഷ്പാർച്ചന ജാഥ തന്നെ നടത്താനാണ് ഈ സമിതിയുടെ തീരുമാനം. അത് ഒരുപക്ഷെ ഈ ഒക്ടോബർ 31 പതാക ദിനം, അതിന് മുന്നോടിയായി തന്നെ നടത്തുക എന്നതാണ് നടത്തുമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും സമാന്തര നീക്കങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പല നിരത്തിൽ മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ ഒന്നിനും കാര്യമായൊരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ജി സുകുമാരൻ നായർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. മന്നത്തിന്റെ കാലം മുതൽ തന്നെ ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിരുന്നതാണ്, പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു. ഇത്തരം നീക്കങ്ങൾ നടത്തിയവരെല്ലാം അവസാനിക്കുക മാത്രമാണ് ഫലത്തിൽ ചെയ്തിട്ടുള്ളത് എന്നാണ് ജി സുകുമാരൻ നായർ ചൂണ്ടിക്കാണിച്ചത്, കഴിഞ്ഞ ദിവസം മറുപടി നൽകിയത്. എന്തായാലും അത്തരം ചില മറുപടികൾക്കും ശക്തമായ പോരിനും ഇടയിലാണ് പുതിയ പുതിയ നീക്കങ്ങളുമായി ഈ നായർ സംരക്ഷണ സമിതി എന്ന പേരിൽ പുതിയൊരു സമിതിയും സംഘടനയും തന്നെ രൂപീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത്. മാത്രവുമല്ല, NSSലെ ജനാധിപത്യമില്ല എന്നുള്ളതാണ് KB ഗണേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചത്, ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ ആ ആരോപണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രചരണവും നടത്തുന്നു. പ്രത്യേകിച്ച് ഈ ഓരോ തവണത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അത് രഹസ്യ ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും NSSും ഈ NSSുമായി വിരുദ്ധ വിഭാഗം എന്ന നിലയിൽ, അല്ലെങ്കിൽ സമാന്തര നീക്കം നടത്തുന്ന ഒരു വിമത വിഭാഗം എന്ന നിലയിൽ അവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ കൂടുതൽ കടുക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഇത്തരം പരിപാടികൾ വരുന്നത്. പക്ഷേ ജി സുകുമാരൻ നായർ ആദ്യ ദിവസം പ്രതികരിച്ചു. അതിനപ്പുറത്തേക്ക് തനിക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, ഈ താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടതടക്കമുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ വിവിധ അഴിമതി ആരോപണങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത് എന്ന മറുപടിയാണ് ജി സുകുമാരൻ നായർ നൽകിയത്. അതിനുശേഷം ഇന്നലെ വീണ്ടും ഗണേഷ് കുമാർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അതിനോട് പ്രതികരിക്കാൻ ജി സുകുമാരൻ നായർ തയ്യാറായില്ല. പ്രത്യേകിച്ച് ഒരു മൗനത്തിലേക്ക് പോവുകയാണ് ജി സുകുമാരൻ നായർ ചെയ്തത്. കാരണം ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാക്കി ഇത്തരം ശത്രുക്കളെ അവരെ ആ നിലയിൽ വളർത്തേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെയും ഇപ്പോൾ NSSന്റെ നേതൃത്വത്തിലുള്ളവരുടെയൊക്കെ ഒരു വിലയിരുത്തൽ. അതേസമയം തന്നെ വിവിധ താലൂക്ക് യൂണിയനുകളുടെ ഭാഗത്ത് നിന്ന് ഗണേഷ് കുമാറിനെതിരെ വലിയ പ്രതികരണം ഉയർന്നു വരുന്നുണ്ട്. പൊൻകുന്നം താലൂക്ക് യൂണിയൻ, ഒപ്പം തന്നെ കൊട്ടാരക്കര താലൂക്ക് യൂണിയനൊക്കെ ശക്തമായ രംഗത്ത് വന്നിട്ടുണ്ട്. കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ ഗണേഷ് കുമാറിനെ NSSന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ ആ കരയോഗം തയ്യാറാകണമെന്ന ആവശ്യമടക്കം മുന്നോട്ട് വെച്ച് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അങ്ങനെ വിവിധ താലൂക്ക് യൂണിയനുകൾ സുകുമാരൻ നായർക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പോര് കടുക്കുമ്പോൾ സുകുമാരൻ നായർ വീണ്ടും ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്നോ മറ്റോ പ്രതികരിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ടത്. കാരണം
അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ വേണ്ട എന്ന് അവർ തീരുമാനിക്കുമ്പോൾ ആ നിലപാടിൽ മാറ്റം വരുത്തി ഇത്തരം ആരോപണങ്ങൾക്ക് വിശദമായ മറുപടി ജി സുകുമാരൻ നായർ നൽകുമോ എന്നുള്ളത് തീർച്ചയായും പ്രസക്തമായ കാര്യമാണ്. എന്തായാലും പോര് കൂടുതൽ മുറുകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് സമാന്തര നീക്കം കൂടുതൽ ശക്തമാകുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അതെ, തീർച്ചയായും. ശ്രീജിത്താണ് വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.